അല്ല, ഗതാഗത മന്ത്രിയുടെ വിഷയത്തിൽ പ്രതികരണം പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സംഭവം നടന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. മുഖ്യമന്ത്രി മൗനം അവലംബിക്കുകയാണ്. ഇതൊരു കുടുംബ പ്രശ്നമായിട്ട് തീർക്കാനുള്ള പരിപാടിയായിട്ടാണ് നടക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കുടുംബ പ്രശ്നമായിരുന്നെങ്കിൽ എന്തിനാണ് 2013 പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണ് അന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവശ്യപ്പെടുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കിടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ ഗൌരവമുള്ള പ്രശ്നമാണ്. അതിനേക്കാൾ ഗൌരവമുള്ള പ്രശ്നമാണ് പോലീസ് ഇനാക്ഷനും കൂടിയുണ്ട് ഇവിടെ. അവരുടെ പരാതി റിട്ടേണായിട്ട് അവർ പരാതി കൊടുത്തല്ലോ. അവരെല്ലാ മാധ്യമങ്ങളോടും അവരുടെ പരാതി പറഞ്ഞു കഴിഞ്ഞു. ആ പരാതി നിൽക്കുകയാണ്. ആ പരാതി നിൽക്കുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ, ക്ലിയറാണ്. പറഞ്ഞു കഴിഞ്ഞു ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ FIR എടുക്കാമല്ലോ. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യയുടെ പ്രസ്താവനയിലൂടെ ക്ലിയറാണ്. അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാൻ അതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ എന്താ നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ ഒഫൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് അന്വേഷണത്തിലുള്ളതാണ്. പോലീസ് അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ മന്ത്രിയെ രാജിവെക്കാൻ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഇല്ല, അപ്പോൾ ഈ മുഖ്യമന്ത്രി കുടിച്ചുകൊണ്ടിരുന്ന മറ്റേ കപ്പുണ്ടല്ലേ, ആ കപ്പ് വീണ് ഉടഞ്ഞു പോയെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഇനി ആ കപ്പുമായിട്ട് വരരുത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ കളിയാക്കരുത്. ഇനി ആ കപ്പ്, ഇതുപോലത്തെ കപ്പുമായിട്ട് മുഖ്യമന്ത്രി വരരുത്. മുഖ്യമന്ത്രി ആ കപ്പുമായിട്ട് പിടിച്ചു നിൽക്കുന്ന പടമായിരിക്കും ഞങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളിനി ഉപയോഗിക്കാൻ വേണം. ആ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ PR ആണല്ലോ. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടൊരു PR ഒരു മെറ്റീരിയൽ കിട്ടി. അല്ലാണ്ട് ആ കപ്പുമായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ഇതൊക്കെ കാര്യത്തോട് അടുക്കുമ്പോൾ ഇവരുടെയൊക്കെ അതായത് ഇപ്പൊ നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്. ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. പറയുന്നതും അല്ലല്ല, അത് വരട്ടെ, നിങ്ങൾ ധൃതി കൂട്ടല്ലേ. പറയുന്നതും പ്രവർത്തിച്ച ഒന്നാണ് കോൺഗ്രസ്. പറഞ്ഞതും പ്രവർത്തിച്ചതും ഇവരൊക്കെ വർത്തമാനം മാത്രമേ ഉള്ളൂ. കാര്യത്തോട് അടുത്തപ്പോ ഇവരുടെയൊക്കെ നിലപാട് നിങ്ങൾ കണ്ടോ? കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അതാണ് ഇത്. ഇത് ആളെ പറ്റിക്കലാണ്, ആളെ കബളിപ്പിക്കലാണ്. മനസ്സിലായി? ഇവിടെ ഇതിലൂടെ എക്സ്പോസ്ഡ് ആയത് ഗതാഗത മന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഗതാഗത മന്ത്രി അറിയാം, അദ്ദേഹമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. CPM ഒക്കെയാണ് എക്സ്പോസ്ഡ് ആയത്. എന്താ ആവേശം വരുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോ? ഈ 5000 പ്രണയങ്ങൾ എന്നുള്ളതാണ് വേദനിപ്പിച്ചത്. പരാതി ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഇതെല്ലാം നിലനിൽക്കുന്നത്? അല്ല, അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നില്ല. അത് അവരാരും നിഷേധിച്ചിട്ടില്ലല്ലോ. ഇന്നലെ അവർ പറഞ്ഞല്ലോ ഞാൻ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. അത് അവരുടെ തീരുമാനമാണ്, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ പോലീസിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താ ചെയ്യേണ്ടത്? നിയമം എന്താണ്? നാട്ടിൽ നിൽക്കുന്ന ക്രിമിനൽ നിയമങ്ങൾ എന്താണ്? ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? പോലീസ് എന്താണ് ചെയ്യേണ്ടത്? അല്ലെ, ഒത്തുതീർപ്പാവൂലല്ലോ. ക്രിമിനൽ കേസ് എങ്ങനെ ഒത്തുതീർപ്പാണ്? ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? എന്റെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ ചോദ്യമാണ്. ഒരു ക്രൈം നടന്നു, ആ ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് അത് ഒളിച്ചു വെച്ചാൽ അത് ഒഫൻസാണ്. ഇപ്പൊ ഞാൻ അറിയാണ് ഒരു ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ട് ഞാനത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്നത് വേറെ ഒഫൻസാണ്. ഒളിച്ചു വെച്ചാൽ ക്രൈം നടന്നു എന്നറിഞ്ഞിട്ട് പോലീസ് എന്ത് ചെയ്തു? ഒരു ക്രൈം നടന്നല്ലോ.